അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ ആരാണ് അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അവിടെ നബി തങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയാ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജിബില്ലിയായ ത്വബീഇയായ സ്നേഹം എന്ന് പറയും, അതും ദീനിയായ സ്നേഹവും രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരാളെ പറഞ്ഞു. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ. തങ്ങളുടെ ഭാര്യയാണ്. അപ്പോൾ ഭാര്യയോട് സ്വാഭാവികമായിട്ട് സ്നേഹം ഉണ്ടാകും. പിന്നെ ദീനിന്റെ പേരിലുള്ള സ്നേഹമുണ്ട്, തൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ മോള എന്ന സ്നേഹമുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ചോദിച്ചത് മിനർ റിജാൽ, ആണുങ്ങളിൽ ആരാ നബിയെ? അംർ ഇബ്നു ആസ് എന്ന് പറയും എന്ന് വിചാരിച്ചു മഹാൻ. ഞങ്ങൾ പറഞ്ഞു, അബൂഹ, ആയിഷ ബീവിയുടെ ഉപ്പയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാൻ. ثم من, പിന്നാര നബിയെ? ഉമർ ഇബ്നുൽ ഖത്താബ് വഅദ്ദ ഉനാസൻ, പിന്നാര നബിയെ? അപ്പോൾ നബി ഞങ്ങൾ ഇങ്ങനെ കുറേ ആൾക്കാരെ പേര്. അപ്പോൾ ഞാൻ ചോദിച്ചില്ല, ചരിത്രം അറിയാലോ, മഖാഫത അൻ അകൂന ഫി ആഖിറിൽ ഖൗം. കുറേ ആൾക്കാരെ പേര് പറഞ്ഞു, ഉസ്മാൻ തങ്ങളാ, പിന്നെ അലിയാരാണ്, സുബൈർ എന്നവരാണ് റളിയല്ലാഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, തുൽഹത്ത് ഇബ്നു ഉബൈദില്ല, ഇവരൊക്കെ പേര് പറഞ്ഞു. പിന്നെ ഞാൻ മിണ്ടിയില്ല, നിർത്തി, ചോദ്യം നിർത്തി. ഇനി എൻ്റെ പേര് അവസാനമായി പോകുമെന്ന് ഞാൻ പേടിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നു എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരിൽ, അവിടുത്തെ സ്വഹാബികളിൽ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ മകൾ ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി ഇഷ്ടമാവുന്നത് സിദ്ദീഖ് തങ്ങൾ അവരുടെ കൂട്ടുകാരനായതിന്റെ പേരിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ മോളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് അബൂഹ, ആരാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആയിഷ ബീവി എന്ന് പറഞ്ഞു. ആണുങ്ങളിൽ നബിയെ? അബൂഹ, അത് അവരുടെ വാപ്പയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞാൽ മതി, പക്ഷെ ആയിഷ ബീവിയുടെ വാപ്പ എന്ന നിലക്ക് പ്രത്യേകമായ സ്നേഹവും എനിക്ക് അവരോടുണ്ട് എന്ന് നബി തങ്ങൾ പറയാം. ഇതിൽ മഹാന്മാര് പറയുന്നുണ്ട്, അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി, ഒരാൾക്ക് സ്വന്തം ഭാര്യയെ ഇഷ്ടമാണെങ്കിൽ അത് പറയാം. അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എനിക്കെൻ്റെ ഭാര്യയെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് വിരോധമില്ല, കാരണം തങ്ങളത് പറഞ്ഞു. ഇത് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലഘട്ടങ്ങളിൽ ആരും ഒരു ഭാര്യയെ എനിക്കിഷ്ടമാണ്, എൻ്റെ പെങ്ങളെ എനിക്കിഷ്ടമാണ്, ഉമ്മയെ എനിക്കിഷ്ടമാണ്, ഒരു ഫീമെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലിയെ ആരും അങ്ങനെ പറയാറില്ല മുമ്പത്തെ കാലത്ത്. അത് അവർക്ക് എന്തോ ഒരു മടിയായിരുന്നു. ആ ഒരു ആദത്തിനെ നബി തങ്ങൾ തിരുത്തി എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാരും അങ്ങനെ എനിക്കെൻ്റെ ഭാര്യയാണ് ഇഷ്ടം എന്ന് പറയാറില്ല. പക്ഷെ തങ്ങൾ അത് തിരുത്തി കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ അവരുടെ വാപ്പയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം വല്ലാത്ത സ്നേഹം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ തൊട്ട് മുമ്പ് നടന്ന ഹബീബിന്റെ ഖുതുബയിൽ, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന അൻ യുഅ്തിയഹു സഹറത്തദ് ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവിടുത്തെ ഒരടിമയോട് പറഞ്ഞു, ബൈന സഹറത്തി ദുനിയ, ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളോടുകൂടെ ഇവിടെ നിൽക്കണമോ, വബൈന മാ ഇൻദഹു, അല്ലാഹുവിന്റെ അടുത്തുള്ളത് വേണോ എന്ന് ചോദിച്ചപ്പോ ഫഖ്താറ മാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്തുള്ളത് മതി എന്ന് പറഞ്ഞു. ഫബകാ അബൂബക്കർ റളിയല്ലാഹു അൻഹു വബകാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കരച്ചിലോട് കരച്ചിൽ തന്നെ. എന്നിട്ട് പറഞ്ഞു, ഫദൈനാക ബിആബാഇനാ വഉമ്മഹാതിനാ, നബിയെ, ഞങ്ങളുടെ ഉമ്മമാരും വാപ്പമാരും മരിച്ചു പോയാലും അങ്ങ് മരിക്കരുത് നബിയേ. അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ പറയാ, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, മായുബിക്കി ഹാദ ശൈഖ്, ഈ പ്രായമായ സിദ്ദീഖ് എന്നവർ എന്തിനാണ് കരയുന്നത്? ഏതോ ഒരാളോട് അല്ലാഹു തആല ചോദിച്ചു, ദുനിയാവിൽ നിൽക്കണോ, എൻ്റെ അടുത്തേക്ക് പോരുന്നോ? അങ്ങനെ ഏതോ ഒരാളോട് ചോദിച്ചതിന് സിദ്ദീഖ് എന്നവർ കരയണം. എന്തിനാണ് ഈ കരച്ചിലെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു ആ കരച്ചിൽ കണ്ടപ്പോ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചായിരുന്നു ആ പറഞ്ഞത്. വകാന അബൂബക്കറിൻ അഅലമന,
ഞങ്ങളുടെ കൂട്ടത്തിൽ ആ വിഷയം ആദ്യം അറിഞ്ഞത്, ഏത് കാര്യവും ഏറ്റവും കൂടുതൽ അറിയുന്നതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. നബി തങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, എന്നോട് അല്ലാഹു ഇവിടെ നിൽക്കണോ നബിയെ, മരണപ്പെട്ട് എൻ്റെ അരികത്തേക്ക് പോരുന്നോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ അത് സിദ്ദീഖ് എന്നവർക്ക് മനസ്സിലായി, ഇത് ഹബീബിനെ കുറിച്ചാണ്, മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, യാ അബാ ബക്കറിൻ ലാ തബ്കി, അബൂബക്കറേ നിങ്ങൾ കരയരുത്. റളിയല്ലാഹു അൻഹു, ഇന്ന അമന്നന്നാസി അലയ്യ ഫീ സുഹ്ബതിഹി വമാലിഹി അബൂബക്കറിൻ, സമ്പത്ത് കൊണ്ടും ചങ്ങാത്തം കൊണ്ടും എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്ത ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. വേറെ ആരും അത്രക്കില്ല. തങ്ങൾ പറയാണ്, വലൗ കുൻതു മുത്തഖിദൻ മിനന്നാസി ഖലീലൻ ലത്തഖൽതു അബാ ബക്കറിൻ ഖലീലാ, ഞാൻ ആരെയെങ്കിലും ഏറ്റവും ഉറ്റ കൂട്ടുകാരനായി സ്വീകരിക്കുമെങ്കിൽ ലത്തഖൽതു അബാ ബക്കറിൻ ഖലീലാ, എൻ്റെ ഖലീലായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഖലീൽ അല്ലാഹുവിനോടേ പറ്റുള്ളൂ. ഖുല്ലത്തും സുഹ്ബത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. വലാകിൻ ഖുവത്തുൽ ഇസ്ലാമി വമവദ്ദതുഹു, ഇസ്ലാമിൻ്റെ സഹോദര്യവും ഇസ്ലാമിൻ്റെ സ്നേഹവും എനിക്ക് സിദ്ദീഖ് എന്നവരോട് ഒരുപാടുണ്ട്. എൻ്റെ ഖലീൽ എന്ന് ഞാൻ പറയുന്നില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനല്ലേ പറയാം. ഖലീലും സ്വാഹിബും അഖ് റഫീഖ് എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുകാർ, സഹോദരൻ എന്നൊക്കെയാണ്. പക്ഷെ ഖലീൽ എന്ന വാക്കിന് പ്രത്യേകത ഉണ്ട്. ഏറ്റവും പരമമായ സ്നേഹം, എന്ത് പറഞ്ഞാലും സ്വീകരിക്കുകയും ഒന്നിനും ഒരു നോ പറയാൻ പറ്റാത്ത വിധമുള്ള അങ്ങേയറ്റമുള്ള സ്നേഹബന്ധത്തിനാണ് ഖുല്ലത്ത് എന്ന് പറയാം. അതാണ് ഖലീലായി മാറുക. ഒരു ഖില്ല, ഒരു ഏറ്റവും നല്ല സൗഹൃദ ബന്ധം, അങ്ങേയറ്റത്തെ സൗഹൃദ ബന്ധം. മുസാഫുണ്ട് അല്ലേ, മാഷാ അല്ലാ, സമ്മാനം കൊടുക്കണം. മാഷാ അല്ലാ, അൽഖുസൈൻ്റെ അല്ലേ, മാഷാ അല്ലാ, മാഷാ അല്ലാ. അതിൻ്റെ ഓണർ അഫ്ഗാനിയാന്ന് തോന്നുന്നല്ലേ. അദ്ദേഹം ഒരുപാട് ഈ മുസാഫുകളൊക്കെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. മാഷാ അല്ലാ, അവരുടെയൊക്കെ കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല മനുഷ്യനാണ്, ഞാൻ അറിഞ്ഞിടത്തോളം ഒരുപാട് നന്മ ചെയ്യുന്നൊരു വലിയ മനുഷ്യനാണ്, അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തൊരു നല്ല മനുഷ്യനാണ്. അപ്പോൾ സിദ്ദീഖ് തങ്ങളെക്കുറിച്ച് നബി ഞങ്ങൾ പറയാം, ഞാനൊരു ഖലീൽ, എനിക്ക് ഒരു സൃഷ്ടിയിലും ഒരാളെയും എൻ്റെ ഖലീലാക്കൂല. ഖലീൽ ആരാണ്? അല്ലാഹു നിഹായത്തുൽ മവദ്ദ, സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റം എന്ന് പറയില്ലേ, അതിനാണ് ഖലീൽ. അങ്ങനത്തെ കൂട്ടുകാരനാണ് ഖലീൽ എന്ന് പറയാ. അത് അല്ലാഹു മാത്രമാണ്, അത് സൃഷ്ടികൾ കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, അങ്ങനെ ആവുമാ മനുഷ്യരിൽ ഒരു ഖലീലിനെ, എനിക്കൊരു അങ്ങനത്തെ ഒരു കൂട്ടുകാരനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് സിദ്ദീഖ് തങ്ങളാകുമായിരുന്നു. പക്ഷേ വലാകിൻ ഖുവത്തുൽ ഇസ്ലാമി വമവദ്ദതുഹു, ഞാൻ ഇസ്ലാമിലെ അള്ളാഹു അനുവദിച്ച ഏറ്റവും വലിയ സ്നേഹവും എൻ്റെ സൗഹൃദവും വെച്ച് പുലർത്തുന്നത് എൻ്റെ സിദ്ദീഖ് തങ്ങളോടാണ്. ലാ യബ്ഖയന്ന ഫിൽ മസ്ജിദി ബാബുൻ ഇല്ലാ സുദ് ഇല്ലാ ബാബു അബീ ബക്കറിൻ. മദീനത്തെ പള്ളിക്ക് ചുറ്റും സ്വഹാബികളുടെ വീടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചുമര് സങ്കല്പിക്കുക, പള്ളിയെന്ന് സങ്കല്പിക്കുക, ഈ ഹാള്, അപ്പുറത്ത് വീടിനായിരിക്കുക. ആ വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും, ഒരു ചുമര് പള്ളിക്ക് തുറക്കും. അപ്പോൾ എന്ത് ചെയ്യും, നേരെ പള്ളിക്ക് വരാൻ പറ്റും. അപ്പോൾ ഓരോ സൈഡിൽ നിന്നും ആളുകൾക്ക് പള്ളിയിലേക്ക്, അവനവൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഡോറുണ്ട്. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നു. അവസാന കാലം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആളുകൾ ഇങ്ങനെ തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ തങ്ങൾക്ക് ഒന്നാമത് തങ്ങൾ രോഗിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഒരു തിരക്ക് തങ്ങൾക്ക് ഇഷ്ടമായില്ല. അപ്പം തങ്ങൾ പറഞ്ഞു, ആ വാതിലുകളൊക്കെ അടഞ്ഞോട്ടെ, നേരെ വീട്ടിൽ നിന്ന് കയറി വരുന്നൊരവസ്ഥ വേണ്ട. ഇല്ല ബാബ അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിലൊഴികെ അതോടന്നോട്ടെ. സിദ്ദീഖ് തങ്ങൾ എനി ടൈം എൻ്റെ അടുത്തേക്ക് വന്നോട്ടെ, ബാക്കിയുള്ളവർ പുറത്തുകൂടെ പള്ളിക്ക് സാധാരണ വരുന്ന വഴിക്ക് വന്നാൽ മതി, ഓരോരുത്തരും വീട്ടിൽ നിന്ന് ഡയറക്റ്റ് പള്ളിയിലേക്ക് വഴി അത് വേണ്ട എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. لا تبقين في المسجد خوخة إلا خوخة أبي بكر. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വാതിലല്ലാതെ മറ്റൊന്നും ബാക്കി വെക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞ്, അപ്പോൾ സിദ്ദീഖ് തങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടണം കൽബ് കൊണ്ട്.
ഹബീബായ തങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നമുക്കറിയുന്ന മഹാന്മാരായതിൻ്റെ പേരിൽ നമ്മൾ അങ്ങോട്ട് കുറച്ചുകൂടെ ബാക്കോട്ട് കുറേ വേറെയും ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓടിച്ചു പോവുകയാണ്. രണ്ടാമത്തേത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിദ്ദീഖ് തങ്ങളെയും ഉമർ എന്നവരെയും കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഹാദാനി സ്സംഉ വൽ ബസ്വർ, ഇവർ രണ്ടുപേരും എൻ്റെ കണ്ണും കാതുമാണ്. കണ്ണും കാതും എങ്ങനെയാണോ അതുപോലെയാണ്. രണ്ടും വേണ്ടേ, എന്നാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. രണ്ടാളും എൻ്റെ കണ്ണിൻ്റെയും കാതിൻ്റെയും സ്ഥാനത്താണ്. ഹാദാനി സ്സംഉ വൽ ബസ്വർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് എന്നവർ ചോദിച്ചു, ആയിഷ ബീവി, അയ്യു അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഹബ്ബ ഇലൈഹി, ആയിഷ ബീവി സ്വഹാബികളിൽ ആരെയായിരുന്നു തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ബീവിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അബൂബക്കറിൻ, എൻ്റെ ഉപ്പ അബൂബക്കർ തങ്ങളോടാണ്. സുമ്മമൻ, പിന്നെ ആരോടാ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നത്? സുമ്മ ഉമർ, പിന്നെ ഉമർ തങ്ങളോടാണ് റളിയല്ലാഹു അൻഹു. സുമ്മമൻ, പിന്നെ ആരാണ്? സുമ്മ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്. സുമ്മമൻ, പിന്നെ ആരാണ്? ഫസക്കതത്, പിന്നെ ബീവി പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല റളിയല്ലാഹു അൻഹു. ചില റിവായത്തുകൾ ഉസ്മാൻ തങ്ങളും പിന്നെ അലിയാർ തങ്ങളും പിന്നെ സുബൈർ എന്നവരും അങ്ങനെയൊക്കെ കാണാൻ കഴിയും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്ത് ജനാസ മയ്യത്തെടുക്കാൻ വേണ്ടി മയ്യത്ത് കട്ടിൽ കിടത്തി വെച്ചപ്പോൾ ഒരു സംഭവമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ എടുക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് ആളുകൾ കൂടി ജനാസക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ തോളിൽ ഒരാളുടെ കൈ മുട്ടിങ്ങനെ തട്ടിയിട്ട് ഒരാളിങ്ങനെ പറയുന്നുണ്ട്, റഹിമക്കല്ലാഹു യാ ഉമർ, ഉമറേ നിങ്ങളോട് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. മാ ഖല്ലഫ്ത അഹദൻ അഹബ്ബ ഇലയ്യ അൻ അൽഖല്ലാഹ ബിമിസ്ലി അമലിഹി മിൻക വഅയ്മുല്ലാഹി ഇൻ കുൻതു ലാ ദുന്നു അൻ യജ്അലക അല്ലാഹു മഅ സാഹിബൈക. ഉമറേ, അമീറുൽ മുഅ്മിനീൻ ഉമറേ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്ത പോലെയുള്ള അമല് എനിക്കുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെയാണ്. അള്ളാഹിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത അമല് പോലെ അള്ളാഹിൻ്റെ അടുത്തേക്ക് അമല് ചെയ്തു പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വഅയ്മുല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻ കുൻതു ലാ ദുന്നു അൻ യജ്അലക അല്ലാഹു മഅ സാഹിബൈക, നിങ്ങളുടെ രണ്ട് കൂട്ടുകാർ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റേത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ കൂടെ തന്നെ നിങ്ങൾ കിടക്കണം എന്നതും എൻ്റെ ആഗ്രഹമായിരുന്നു. എന്തുകൊണ്ട്? ലിഅന്നി കസീറൻ മാ കുൻതു അസ്മഉ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനെ എത്രയോ തവണ ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, കുൻതു അബൂബക്കറിൻ ഉമർ, ഞാനും ഉമർ എന്നവരും ഇങ്ങനെയായിരുന്നു. വഫഅൽതു അബൂബക്കറിൻ ഉമർ, ഞാനും ഉമർ എന്നവരും ഇങ്ങനെ ചെയ്തു. വൻതലഖ്തു അബൂബക്കറിൻ ഉമർ, ഞാനും അബൂബക്കറും ഉമറും ഞങ്ങൾ ഇങ്ങനെ പോയി. അങ്ങനെ എത്രയാണ് നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നാളെ മരിച്ചു കിടക്കുമ്പോഴും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കിടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, തിരിഞ്ഞു നോക്കുമ്പോൾ പറഞ്ഞത് ആരാന്നറിയോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത് വലിയൊരു സാക്ഷ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മെഹബൂബായിരുന്നു എന്ന് വിളിച്ചു പറയുകയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്നവരെയും ഉമർ എന്നവരെയും സ്നേഹിക്കാത്തവർക്ക് തങ്ങളോടുള്ള സ്നേഹം ഉണ്ടാവില്ല. നമ്മൾ അവരൊക്കെ മനസ്സുകൊണ്ട് നിറയെ മഹബത്ത് വെക്കാൻ അവരൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അല്ലാഹു നമുക്ക് അവരെ സ്വർഗ്ഗലോകത്തെങ്കിലും കാണിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബ്. ഹബീബ് സ്നേഹിച്ചിരുന്ന ഹബീബിന്റെ പുതിയ പിള്ളയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ പറഞ്ഞു, എൻ്റെ ഖിലാഫത്ത് ഇവിടെ അവസാനിക്കാൻ, എനിക്ക് ശേഷം ഒരു ഖലീഫ നിങ്ങളിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ചില ആളുകളുടെ പേര് പറയാം. അവരിൽ നിന്ന് ആരെ നിങ്ങൾ തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല. കാരണം അല്ലാഹുവിൻ്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളായിരുന്നവരെ.
എന്നിട്ട് ആദ്യം പറഞ്ഞ പേര് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഇവരെ 6 സ്വഹാബികൾ. ഇവരാരെയും നിങ്ങൾക്ക് ഖലീഫ, എൻ്റെ ആഗ്രഹം അതാണ്. പക്ഷേ സ്വഹാബിമാർ ഖിലാഫത്തിലൂടെ തെരഞ്ഞെടുത്തത് മഹാനായ ഉസ്മാൻ തങ്ങളെ തന്നെയായിരുന്നു റളിയല്ലാഹു അൻഹു. തങ്ങളുടെ 2 മക്കളെയാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. ഒന്ന് റുഖയ്യ ബീവി, മറ്റൊന്ന് ഉമ്മു കുൽസൂം. തങ്ങളുടെ മക്കളാണ് റളിയല്ലാഹു അൻഹുമാ. 2 പേര്. റുഖയ്യ ബീവി വഫാത്തായി. ബദർ യുദ്ധം നടക്കുമ്പോൾ റുഖയ്യ ബീവിക്ക് സുഖമില്ലായിരുന്നു. അതുകൊണ്ട് റുഖയ്യ ബീവിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ ബീവിയുടെ കൂടെ മരുന്ന് കൊടുക്കാൻ വേണ്ടി വീട്ടിലായിരുന്നു. അതുകൊണ്ട് ഉസ്മാൻ തങ്ങൾ ബദരിയായ സ്വഹാബിയല്ല, ബദറിൽ സംബന്ധിക്കാൻ പറ്റിയിട്ടില്ല. ഉസ്മാൻ തങ്ങൾ റുഖയ്യ ബീവിയുടെ കൂടെയായിരുന്നു. അവരെ തംരീദ് ചെയ്യാന്നത്, അവർക്ക് രോഗശുശ്രൂഷയിലായിരുന്നു. ബദർ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ നബി തങ്ങൾ ആ ഒരു സന്തോഷം, ബദർ വിജയിച്ചു വരുന്ന സമയത്ത് മദീനയിലെത്തിയപ്പോൾ കേട്ട വാർത്ത റുഖയ്യ ബീവി എന്ന മോൾ വഫാത്തായി എന്ന വാർത്തയായിരുന്നു. ഒരു സന്തോഷവുമായി വരികയാണ്, പക്ഷെ കേട്ടതൊരു സങ്കടപ്പെടുന്ന വാർത്തയാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ മോള്, ചെറിയ മോൾ ഉമ്മു കുൽസൂം ബീവിയെ റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ 2 മക്കളെ, ഉമ്മു കുൽസൂം ബീവിയും വഫാത്തായി ഉസ്മാൻ തങ്ങളുടെ മുമ്പ് തന്നെ. അപ്പോൾ ചിലരൊക്കെ അങ്ങനെ വസ്വാസ് പറഞ്ഞിരുന്നു, ഇനി കെട്ടിച്ചെടുത്താൽ ആ കെട്ടിച്ചെടുക്കുന്ന കുട്ടികളൊക്കെ മരിക്കും, ഉസ്മാൻ തങ്ങൾ കെട്ടിച്ചെടുത്തൂടാ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേട്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഉസ്മാനെ നിങ്ങൾ വേദനിപ്പിക്കരുത്, എനിക്ക് ഇനിയും ഒരു മോളുണ്ടായിരുന്നെങ്കിൽ ആ മോളെ ഞാൻ ഉസ്മാൻ എന്നവർക്ക് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ദുന്നൂറൈൻ, 2 പ്രകാശങ്ങളുടെ ഉടമ എന്നാണ് ഇതിനർത്ഥം. 2 പ്രകാശം. ഏതാ പ്രകാശം എന്നറിയോ? റുഖയ്യ ബീവി, ഉമ്മു കുൽസൂം ബീവി. 2 ഹബീബിൻ്റെ മക്കളാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞു പോയിരുന്നു. സൈനബ് ബീവി നേരത്തെ കല്യാണം കഴിഞ്ഞു. മൂത്തവരാണ് സൈനബ് റളിയല്ലാഹു അൻഹ, പിന്നെ റുഖയ്യ ബീവി, ഉമ്മു കുൽസൂം ബീവി, ഫാത്തിമ റളിയല്ലാഹു അൻഹ. 4 പെൺമക്കളായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു മഹാന്മാരുടെ കൂടെ അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഫാത്തിമ ബീവി, അലി റളിയല്ലാഹു അൻഹു, വൽ ഹസൻ വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അല ഉഹദ്ദിസുക അന്നി, ഞാൻ എന്നെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ? അലി റളിയല്ലാഹു അൻഹു ചോദിക്കാൻ. വഅൻ ഫാത്തിമ ബിൻതു റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മോള് ഫാത്തിമ ബീവിയെ കുറിച്ചും പറഞ്ഞു തരട്ടെയോ എന്ന് മഹാനായ അലി ഇബ്നു അബ്ദ് റളിയല്ലാഹു അൻഹുവിനോട് താബിഇയാൻ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തരും, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്നഹാ ജറത്ത് ബിർറഹാ, അപ്പോൾ കഥ പറഞ്ഞു. ഫാത്തിമ ബീവിയുടെ കയ്യിൽ ആസുകല്ല് ഇങ്ങനെ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് കയ്യിൽ നിന്ന് മുറിവ് വന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് അടിമകൾ കിട്ടിയിരുന്നു. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ സമയമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കഴുത്തിൽ മുറിവായിരുന്നു, വെള്ളം കോരി കൊണ്ടുവന്നിട്ട്. അലി തങ്ങളുടെ പുറത്ത് മുറിവായിരുന്നു, അലി തങ്ങളും വെള്ളം കോരുമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയും വെള്ളം ചുമന്നിട്ട് മഹദിയുടെ കഴുത്തിലും മുറിവാണ്, കൈകളിലും മുറിവാണ്. അപ്പോൾ പിന്നെ തങ്ങളുടെ അടുത്തുള്ള അടിമകളിൽ ഏതെങ്കിലും ഒരു അടിമപ്പെണ്ണിനെ വീട്ടിലേക്ക് വേലക്ക് കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട്